സ്വിസ് പൊളിക്കാനും പൊളിച്ചെടുക്കാനും മൈ സോളോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, എന്താ അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താന്ന് ഇപ്പോൾ നമ്മളെ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ കോപ്പിന്ന് ചുമ്മാ പിന്നെ ഒരു ഗ്യാരണ്ടി നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന കാര്യമുണ്ട്. ഗെയിം തെറാപ്പിസ്റ്റിനെ മൾട്ടിപ്ലെയർ മൈൻക്രാഫ്റ്റിന് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കൊണ്ടുവരുന്നതാണ്. നേരെ നമുക്ക് വീഡിയോ എടുക്കാം. സർവൈവലിലാണ് വലിയ മടപ്പുറത്ത് നടന്നു കേട്ടോ. പക്ഷേ അപ്പോൾ ഇന്നത്തെ നമ്മൾ പരിപാടി എന്താ വെച്ചാൽ അയണ് കണ്ടുപിടിക്കലാണ്. അതായത് എപ്പോഴും ഞാൻ എല്ലാ വീടിയും തുടങ്ങുമ്പോൾ പറയും നമ്മൾ അയണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്താ വെച്ചാൽ പേടിയുണ്ട് കേസ് ഗുഹയ്ക്ക് ഇറങ്ങിയ അപ്പോഴൊക്കെ ചത്താലും മതി. പിന്നെ ഞാൻ കത്തും, ഞാനല്ല കത്തും, ഇത് കത്തും. അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ, അതായത് നമ്മളെ കുറച്ച് ഫുഡ്, 3-4 സ്റ്റോണിൻ്റെയും അതിൻ്റെയും കോപ്പറിൻ്റെയും ഒക്കെ വാള്, പിന്നെ പിക്കാസ് ഒരു 2-3 ഉണ്ടാവും. ഓക്കെ, പിന്നെ ഫുഡ്, ഇത്രയും നമ്മൾ എടുക്കുള്ളൂ. ഷീൽഡ്, നമ്മളെ സോഡ്, പിക്കാസ് മാത്രമേ എടുക്കുള്ളൂ. ലൈറ്റ്, ടോർച്ച് വേണം. ഓക്കെ, അപ്പോൾ ലോഡായിട്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഒരു കാര്യം ചെയ്തു, ഒരു ഞമ്മിനെ കൊണ്ടുവന്നു. ഞമ്മിനല്ല, അതായത് ഈ ചേട്ടനെ കൊടുന്നു കടാ. നമ്മളെ ചെക്കനെ എന്താണ് ഇപ്പം എൻ്റെ പേര്, കൊണ്ടുവരേണ്ടതിൻ്റെ പേരിട്ടില്ലല്ലോ. അതൊന്ന് പൊളിച്ച് വേണ്ടി വരില്ലോ. നമ്മളെ ഇവിടെ സോഡ് ഒരു അയണ്ടുണ്ട്. ഓക്കെ, ഇറങ്ങ് ഇവന് അന്നേൻ്റെ ഉള്ളിലല്ലേ കയറ്റി ചേർത്ത്. അല്ല, ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പുറത്തിറങ്ങും. മോനെ റൈഡ് ഇങ്ങോട്ട് പോ. സ്റ്റക്കായി. ഇല്ലല്ലോ, ബാക്കി സ്റ്റക്കായിട്ടില്ല. നീൻ്റെ ഉള്ളിൽ കയറ്റണമെന്നോ വേണ്ട, അവിടെ കിടന്നോ. അവിടെ കിടന്നു. ഇതായിക്കോട്ടെ, എൻ്റെ പാർക്കിടാം. ഒറ്റ മിനിറ്റ്, ഇതിൻ്റെ ഈ സാധനം പെട്ടുള്ള സാധനം നമ്മൾ കയ്യിലുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും ഞാൻ പേടില്ല. അല്ല, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അതില്ലേ, എന്തായാലും നൈറ്റ് ആവുകയാണ്. ഞാൻ കിടന്നുറങ്ങാമല്ലോ. ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ, വേഗം ഉറങ്ങി നീച്ചാണി. ചെക്കൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇവൻ്റെ പേരെന്താണ്, തക്കുടു അല്ലല്ലോ. ആ വാഴ പോയാലുണ്ട്. എനിക്കെൻ്റെ ചെക്കൻ ഉണ്ടല്ലോ. പിന്നെ ഇത് ഞങ്ങൾക്ക് പറഞ്ഞില്ലല്ലോ, നമ്മളെ ചെക്കന്, അതായത് നമ്മളെ റോക്കറ്റിന് ഒരു ഇതുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. റോക്കറ്റ് അല്ലല്ലോ, അയ്യോ മറന്നു പെട്ടെന്ന്. ചെക്കനൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീറ്റ് വെക്കല് കയറതെന്ത് ഇങ്ങനത്തെ ലാഗ് വേണ്ടട്ടോ. ഇന്നോട് കളിക്കുമ്പോൾ ലാഗ് പാടില്ല കേട്ടോ. ലാഗ് നമുക്ക് മീറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ബ്രെഡ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതാണ് ഇങ്ങോട്ട് നീങ്ങാണ്. ബ്രെഡ് ബ്രെഡ് ഫുള്ളാക്കുക. പിന്നെ വേഗം ഫുള്ളാക്കിയാണ്. ബ്രെഡ് പറയല്ല എനിക്ക്. ഇതിന് പകരം എന്താണ് ബോയിലല്ലോ, പിക്കാസ് ഒറ്റയുള്ളൂ. അല്ല, അപ്പോൾ നമ്മളെ ബാക്ക് ടു പോക്ക് എങ്ങണ്ട് അങ്ങോട്ട് തന്നെ മുറിഞ്ഞു സൂറി. എൻ്റെ ഒട്ടകം അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ
തൊട്ടപ്പൊട്ടുള്ള രീതിയിലാണ്, എന്നാലും വെപ്പില്ല. ഓ എമറാൾഡ് അപ്പം നമ്മൾ ഇവനവിടെ ആറുന്നു. കൂടെ ആക്കി നമ്മളെ ബെൻബെന്ന് കൊടുന്നു. ഉത്തരിക്കാനായിട്ടില്ല കേട്ടോ, അങ്ങനെ ഉത്തരിക്കാൻ ആയിട്ടില്ല. വിട്ടാണ് ഞാൻ. അല്ലെങ്കിൽ നമുക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ ഇറങ്ങിക്കാണ്. അപ്പോൾ മിക്കവാറും പോയിട്ടുണ്ട്. കളൊന്നും പോയിട്ടില്ല. എന്തായാലേ അത് കയറിയാണ് പൊട്ടിച്ചെടുത്താണ്. അതിനായിട്ടിപ്പോൾ അവിടെ പോകാൻ ഇത്ര വേണ്ട ചാവാൻ പറ്റില്ല. ചാവാൻ വയ്യാറ് നമ്മൾ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഇതുകൊണ്ടങ്ങ് വെട്ടിയത്. ഒരൊറ്റ ടിക്കറ്റ്. രണ്ടടിക്കുള്ളൂ. വേഗം പോ, നിങ്ങളെ കണ്ടന്റ് ഇതല്ല, കണ്ടന്റ് മാറിപ്പോയി. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ഇവിടെ ഇങ്ങോട്ടാണ് കുഴിക്കാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് ലോക്കലില്ല, സെക്കൻഡ് ലോക്ക്. അപ്പോൾ പിക്കേസ് എത്ര എണ്ണം ഉണ്ട് കയ്യിൽ? ഒന്നും കൂടി ഉണ്ട്. ഓക്കെ. ടോർച്ച്, റെഡ് സ്റ്റോൺ ടോർച്ച്. സോറി ഗൈസ്, അതിൻ്റെ ഇവിടെ വന്നതെന്ന് എനിക്കറിയാൻ നേരെ. അപ്പം തന്നെ പറഞ്ഞേക്കല്ല. നമ്മളേ ഇവിടെ ഒരു ടോർച്ച് ഇടുക. എപ്പോഴും നല്ലൊരു സേഫ്റ്റി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മുടിയത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ സേഫല്ലേ? അതെ, രാത്രി കഴിഞ്ഞാൽ ഇവിടെ സോംബി വന്ന് അങ്ങോട്ട് ചാന്തിക്ക് അടിച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല. സോംബികളാണ് ചെക്കന്മാരാൾ സീന. അപ്പം നമ്മളൊരു ടോർച്ചിക്ക് അവിടെ കുത്തുക, വീണ്ടും ബാക്ക് ടു മീനിങ്. കുറച്ച് ദമിയായാലും കിട്ടിയാൽ മതി. പൊട്ടട്ടെ. ഓക്കെ. വേഗം ഇങ്ങോട്ട് നേരെ പൊക്കോ. അല്ല, നേരെയല്ല, വളഞ്ഞിട്ട് പൊക്കോ. അല്ലെങ്കിൽ ഞാൻ ഇത് കുറച്ചെടുത്തേക്കാം.
അറിയില്ല. പോടാ പോട്ടാ. ഞാൻ എവിടെ എത്തിയിട്ടുണ്ട്? എവിടെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ഞാൻ വിചാരിക്കുക എന്താ വെച്ചാൽ മാക്സിമം ലൂട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അയാളൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, മാക്സിമം ലൂട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ ഉള്ളൂ. മുകളിൽ കുറച്ചും കൂടെ ഉണ്ട്. ഞാൻ പൊട്ടിച്ചെടുത്താണ്. ഞാൻ ഇവിടുന്ന് നേരത്തെ താഴത്തേക്ക് കുഴിച്ചുകൊണ്ട് പോയേക്കട്ടെ. അല്ല ജസ്റ്റ് ഒരു ഇതും കൂടി പിടിക്കാൻ കയ്യിൽ നമ്മളെ ഇതുണ്ടല്ലോ. നല്ല കാര്യം. ഭാഗ്യം ഇത് കയ്യെ പിടിച്ചത്. 64 ഇപ്പം തന്നെ ആയല്ലേ. കൂളുണ്ടെങ്കിൽ അടുത്താണ് കാണേണ്ടതാണ്. എനിക്ക് മാത്രം ഭാഗ്യമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടുത്തെ ടോർച്ചൊക്കെ പൊട്ടിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ കോളൊക്കെ അത്യാവശ്യം എടുക്കണം. വേണ്ടല്ലേ, ഇപ്പം എടുക്കുന്നില്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തോട്ടെ.
എവിടെയാണ് ടോർച്ച് വെച്ച്? എനിക്ക് ഇരുട്ടത്തിൽ നിന്നാൽ പേടിയാവും, അതുകൊണ്ടാണ് അവിടെ ഞാൻ വന്ന വഴിയൊന്ന് കണ്ടുപിടിക്കട്ടെ. ഇതുവഴി തന്നെ പൊക്ക മനസ്സിലായി. ഉറങ്ങാണ്. ഒന്ന് വേഗം ഉറങ്ങിക്കോ നിജോ. ഓക്കെ, രണ്ടിട്ട് കഴിയണം, വേണ്ടല്ലേ? ഞാനപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ എല്ലാം മാക്സിമം എല്ലാം എടുത്തുകൊണ്ട് പോവാൻ ഇവിടുന്ന്. ഒരു വില്ലേജ് പിടിച്ചിട്ടേ ഉള്ളൊരു ഇത്. ഓക്കെ, മടത്തൊക്കെ എടുത്തങ്ങ് കളഞ്ഞ രഷ്യേഴ്സ് വേണം കേട്ടോ. സോറി, അത് എൻ്റെ തന്നെ ഒരു മിസ്റ്റേക്കായിരുന്നു. ഇതെടുത്തോ ബെഡ് ഇരുന്നോട്ടെ. ബെഡ് ഹലോ, ബ്രെഡ് ഫുഡ് നന്നായിട്ട് വേണം എന്തായാലും. അതൊക്കെ എന്തെങ്കിലും കള എവിടെ വയ്ക്കും? അവിടെ ഒന്ന് എൻ്റെ ബെഡ് ഞാൻ പൊട്ടിച്ചെടുത്തു. ആവശ്യമില്ല, അതാവശ്യമില്ല, ഒരാളുടെ ആവശ്യമുണ്ട്. ബെഡ് ഒന്ന് മതി. ഓക്കെ, അത് വേണം. ബക്കറ്റ് വേണം. ബെഡ് 2 ഉണ്ട്. ഇത് വേണ്ട.
ഇത് വേണ്ട, ഇത് രക്തണ്ട് എന്തിന്, ഇത് വേണ്ട, ബട്ടർ മെല്ലം വേണം, റെഡ് വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട, മറ്റേത് വേണ്ട, മറച്ച ഒരൊറ്റ കോള്. അതെന്തിന് കോള് വേണ്ടത്, എന്തിന് സോറി ഇത് വേണ്ടി. അത് വേണം, ഇങ്ങോട്ട് പോട്ടെ. ബ്രെഡ് ഫർമസ് എന്തിനാ റെഡിസ്റ്റോണ്ട് ടോർച്ച് ഉണ്ടായിക്കോട്ടല്ലേ. ഇനിയിപ്പോൾ എന്തെൻ്റെ കയ്യേ വേണ്ടാത്തേ. ഇതൊക്കെ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനാ, അതൊക്കെ എടുത്ത് കാണാം. ഒന്നും വേണ്ട. സ്റ്റോൺ വേണ്ട, അത് വേണ്ട, ഇല്ല അത് വേണ്ട, ഇല്ല അത് വേണ്ട, ഇല്ല അത് വേണം. ഒരു ബെഡ് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ ഒരു ലീഡ് വേണ്ടേ നമ്മളെ കുതിരയെ കെട്ടാൻ. ഓക്കെ ഓക്കെ സൈ ഉണ്ടാക്കണതാണ് മിണ്ടണ്ട. ഓക്കെ എൻ്റെ നമ്മളെ റോക്കറ്റ് എന്ന് പറയുന്ന ഒരു കുതിര ഉണ്ടായിരുന്നു. അവൻ മറുകയായി. എന്താ വെച്ചാൽ എൻ്റെ പ്രകടനം വരുന്നതിന് വെള്ളത്തിൽ ഊണിയാലൊക്കെ ചത്തു, ശ്വാസം മുട്ടി ചത്തു. കുതിര ഉണ്ടായിട്ടാണല്ലോ ഞങ്ങൾ ഇത്രയും നാള് ജീവിച്ചത്. ആയിരിക്കണം അവൻ്റെയൊക്കെ അവതാരം. എനിക്ക് പിന്നെ വെറുതെ ഒരു വിഷമത്തിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളൂ. വലിയ മൈൻഡൊക്കെ ഒന്നും വേണ്ട, ചെറുതായിട്ട് മൈൻഡൊക്കെ വേണ്ട, അത് മൈൻഡേ വേണ്ട. ഓക്കെ, അപ്പോഴല്ലേ ശരിക്കും സെറ്റായത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഉള്ള മാറപ്പെടുത്ത് കളഞ്ഞപ്പോഴാണ് ആ റെഡ് സ്റ്റോൺ ടോർച്ച് ഉണ്ടായിരുന്നു. ഭാഗ്യം, എൻ്റെ ഒരു ഭാഗ്യം നോക്കണേ നിങ്ങൾ. അയ്യോ, എൻ്റെ അടുത്ത് കളിയുന്ന സ്ട്രിങ് ഉണ്ടോ? ഇതെടുത്തേക്ക് സ്ട്രിങ് എടുത്തിട്ട് നിങ്ങളൊരു ചെയ്യുക, സ്ട്രിങ് ഇടുക, അങ്ങോട്ട് വിട്ടാണ്ട് എന്നിട്ട് എടുത്തെടുത്ത് മൊത്തം എടുത്തോ. ഒന്നും നോക്കണ്ട, ആരും ചീത്ത പറയത്തില്ല. ഓക്കെ, കുറേ കിട്ടി കേട്ടാ. ഇന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കുക, ഇത് കയറുക. എന്നിട്ട് ഇനി ഇവിടെ നിന്ന് നോക്കാം എവിടെയൊക്കെ ഉണ്ട് സംഗതി എന്ന്. നോക്കണപ്പോൾ അടുത്താണ് നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ഫൈനലി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ബട്ട് എവിടെ അമ്മേ ഇപ്പം പോയി ഇവിടെ ഇരുന്നിട്ട് മരുന്നില്ല. സ്കെൽറ്റൻസ് ഒന്നും ഇല്ലതാണോ?
ഇപ്പം ഇത് ഞാൻ മിസ്സാക്കിയേനെ. ഏതരല്ലാക്കി എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട്. എൻ്റെ പ്രാർത്ഥന ഉള്ളൊരു വാഴകളും ഇല്ല. അങ്ങനെ ഞാൻ സുഖമായി. അങ്ങനെയാ ഗൈസ്, വലിയ അലമ്പൊന്നും ഇല്ലാണ്ട് കുറച്ച് അയൺ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഇത്ര എൻ്റെ കൈൻ്റെ ഉള്ളിൽ. അമ്മേ ഒന്നും പറയേണ്ട ആവശ്യമില്ലെങ്കിലും അങ്ങ് പോയാണോ വെച്ചാൽ ഞാനേ ഇവിടെ ഒരു വില്ലേജ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. എല്ലാവർക്കും ഇനിയിപ്പോൾ ഇത്ര മതി ഓവർ കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അതാണ് എൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. ഓവർ കോൺഫിഡൻസ്. അതാണ് അടുത്ത കാര്യം. എനിക്ക് വയ്യ. സ്ട്രിപ്പ് നേരെ മുകളിലോട്ട് പോവാം. മുകളിൽ ബേബി സ്കെൽറ്റനെല്ലാം പെട്ട് ചക്ക എന്നാണ് ഇപ്പോൾ വേണമെങ്കിൽ പറയാം. കാരണം അതായിരുന്നു എൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞാനേ അപ്പോൾ എനിക്ക് അടുത്ത അയണ് കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. ചെറുതായിട്ടെല്ലാം നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. അതിനുള്ള കാരണം നോക്ക്, കുറച്ച് അതിനൂടെ എനിക്ക് കിട്ടും എന്തായാലും ഉറപ്പാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുള്ളൊരു വില്ലേജ് ഉണ്ടാവണമെന്നാണല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെള്ളം ഇല്ലേ? ജസ്റ്റ് ചെന്നോക്കാം. നമുക്കുണ്ടാ വേടി എന്നാണ് തിന്നുന്നത്. ഞാൻ ഇവിടെ എവിടെയാണുണ്ടോ? ഓടിക്കോ, ഓടറ പൊട്ട, ഓടങ്ങോട്ട്. തടാ ഇങ്ങോട്ട് പടങ്ങി ധൈര്യമുണ്ട്. അതൊക്കെ ഇത് എൻ്റെ വായിൻ്റെ അകത്ത് കയറി. എന്താണാവോ, ഞാനത് കണ്ടത് പോകുന്നില്ല. ഓടിക്കോടാ മോനെ, ഓടിക്കോടാ, ചന്തിക്ക് വെടിയുള്ളൂന്നോടാ.
വേണ്ട, എനിക്കിവിടെ നിൽക്കണ്ട. എനിക്ക് ഇതും കണ്ടുപിടിക്കണ്ട, ഒന്നും കണ്ടുപിടിക്കണ്ട. എടുക്കാ ഇവിടെ നിന്ന് പോമ്മേ. ഓടറ പൊട്ട 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 ഓട ഓന്ന് നേരെ പിള്ളേർ മുന്നോട്ട് പോകാം. നേരെ ഇങ്ങോട്ട് പോകും. പോട്ടെ, എങ്ങോട്ടാ ഇങ്ങോട്ട് പൊട്ടന്മാരെ. രാവിലെ രാത്രി ഒന്നും നോക്കില്ല, പെട്ടെന്ന് അങ്ങ് കിടന്നുറങ്ങി നീച്ചേരെ. ഹായ്, നല്ലൊരു പ്രദേശമാണത്. അങ്ങോട്ട് പോയേക്കാം, അവിടെയാണ് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നുന്നു എനിക്ക്. ഓടിക്കോ ചടിക്കോ മണ്ടിക്കോ പറഞ്ഞിട്ടോ. ഇല്ലല്ലേ എന്നെ കണ്ട്? അല്ല അല്ലേ അല്ല ആണ് അല്ല അല്ല എന്തായാലും ഗൈസ് അവിടെ വില്ലേജ് കാണും ഉറപ്പാ. ഇനി ഞാൻ എൻ്റെ വീട്ടിലോട്ടൊന്നും അവസാനം എത്താണ്ടിരുന്നാൽ മതിയായിരുന്നു. അതാണ് എൻ്റെ പ്രശ്നം. വഴി മാർക്ക് ചെയ്യാമ്പോൾ അങ്ങ് മറന്നു പോകും. തിന്നു ആണ്, ഇതെൻ്റെ വീടിൻ്റെ സ്ഥലം തന്നെ, എനിക്കറിയാം. ഇവിടെ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടോ അമ്മേ? ഇതൊക്കെ ഏത് സ്ഥലം? വെറുതെ അല്ലേ ഞാൻ പേടിയാന്ന് പറഞ്ഞ് നിന്നിട്ടാണ് ഈ കേവ് ഒന്നും എൻ്റെ ശ്രദ്ധ വിടാതെ പോയെ. എന്തിനല്ലേ? അല്ല ഗൈസ്, അതെ ഞാൻ കാണുന്ന എൻ്റെ വീട് തന്നെയല്ലേ? വിട്ടേ അങ്ങോട്ട്. ചാടിക്കോ 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 ചാടിക്കോ. ഇവൻ പിന്നെ കുതിരേൻ്റെ കൂട്ട് വെള്ളത്തിൽ വീണാ അങ്ങനെ വിട്ടു പോവുമോ? ഞാൻ ഇങ്ങോട്ട് എന്തിനാ പോകുന്നത്? വേറെ സ്ഥലത്തോട്ടല്ലേ വേണ്ടേ? ഇപ്പം വെള്ളത്തിൽ വീണാൽ ഇട്ടേച്ച് പോവോ? പോകും. എന്നാൽ നീ വെക്കട്ടെ, ഞാൻ വെക്കണം. ചടിക്കോ 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 ചടിക്കോ.
ഇപ്പോൾ കണ്ട ഞാൻ ധൈര്യം കാട്ടിയപ്പോൾ എത്ര അയൺ കിട്ടിയെന്ന്. അത് സ്മെൽറ്റാക്കി അതിൻ്റെ ഒരു ബൂട്ടോ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണം. നോക്കട്ടെ എത്ര അയൺ ഉണ്ട് എൻ്റെ കയ്യിൽ. റിച്ച് കിഡായിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച കിട്ടത്തില്ല. അല്ല പിന്നെ അതായത് അമ്മേ അവിടെയും കുറച്ച് അയണ്. ഞാൻ അങ്ങോട്ട് പോവാണേ. അയ്യോ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നല്ലോ. എൻ്റെ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, ബക്കറ്റ് ഉണ്ട്, അതെടുത്ത് ടോർച്ചിന് കയ്യെ പിടിച്ചേക്കാം. അവിടെ ഇപ്പോൾ വെള്ളമുള്ള അടാ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കിട്ടാനാണ് ഭയങ്കര പാട്. നിക്ക് 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 വേമ്പോ കുറച്ച് വെള്ളം എവിടെ നിന്നെങ്കിലും കുറച്ച് മതി. വളരെ കുറച്ച് വെള്ളം പറ്റത്തില്ലല്ലേ? വേണ്ട, അങ്ങോട്ട് ഓടി ഉപയോഗിച്ചാണോ ഉള്ളിലേ അല്ലേ? ഓക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫൈനലാ. എന്ത് ഫൈനല്? പന്തളിയൊന്നും അല്ല ഇത്. ഇവിടെ ചുമ്മാ കൊച്ചുകളിയൊന്നും അല്ല കേട്ടോ. ഇത് കുറച്ചധികം ഉണ്ടായാൽ മതിയാണ്. അവിടെ ഇനിയില്ല. ഓക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവൻ്റെ വെള്ളമല്ല എൻ്റെ വെള്ളമുള്ള. ഓക്കെ 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 കറക്റ്റായിട്ട് ഞാനേതാ മറ്റല്ലെങ്കിലും അറിയാലോ നിങ്ങൾക്ക്. എൻ്റെ കളി കാണുന്നവർക്കറിയാലോ ഞാൻ എന്ത് എടുത്തുകൊണ്ടിരുന്നാന്ന്. താഴത്തോട്ട് പോലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇറങ്ങിയെടുക്കും. അപ്പം എന്തായാലും പ്രാർത്ഥിക്കുന്നതിന് ഗുണമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഗുണം ഇല്ലെന്നല്ല പറയുന്നത്. പോട്ടെ വേമ്പോ എനിക്കെൻ്റെ ടൂൾസൊക്കെ ഉണ്ടാക്കാനുള്ളതുണ്ട് എന്തായാലും. ടൂള് എന്ന് പറഞ്ഞാൽ നോക്കി നോക്കട്ടെ. ഫസ്റ്റ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആർമറിനാണ്. ഓക്കെ അയ്യോ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്താലേ. ഇതെന്ത് പ്രശ്നമെന്ന് വെച്ചാൽ കിട്ടുമ്പോൾ വളരെ കുറച്ച് വരുതിലുള്ള വാഴകൾ. അല്ല വളരെ കുറച്ച് നല്ല വാഴകളും ഇല്ല, നല്ല കുഞ്ഞുങ്ങളായിട്ടാ. അതാണ് പ്രശ്നമുണ്ട്. തരം മാറ്റിട്ടാണ് അപ്പോൾ അങ്ങോട്ട് വേണ്ട വെള്ളം. ഇനിയിപ്പോൾ എനിക്ക് മറ്റേ സാഹസങ്ങൾക്ക് കാണിക്കില്ല. അപ്പോൾ ഞാൻ എന്താ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ റൂം ഉണ്ടാക്കാൻ പോകുന്നു. ഡോറൊന്നും കയ്യിലില്ലെങ്കിലും ഈ പ്രൊഫഷണൽ പില്ലർ ചെയ്ത് നേരെ മുകളിലോട്ട്
നേരെ തന്നെയാണ് എൻ്റെ വീട്ടിലോട്ട്. മതിയായി, ഇതൊന്നും വേണ്ട, ഇത് തന്നെ എനിക്ക് ധാരാളം. എനിക്ക് ആവേശിക്കാൻ വരട്ടെ, ഒന്ന് വീട്ടിലെത്തട്ടെ, എന്നിട്ട് ആവേശിക്കണം. എൻ്റെ വീട് ഇനിയിപ്പോൾ എവിടെ? ഇനിയിപ്പോൾ അവിടെ ഒന്ന് ഇത്രയും ഉണ്ടാക്കി വെക്കാം. തൽക്കാലത്തിന് ഗൈസ് ഞാൻ ഒരു വളയം ഉണ്ടാക്കാം. തൽക്കാലത്തേക്ക് എൻ്റെ ബേസല്ല, എൻ്റെ ഫർണസ് എടുത്ത് കൈപ്പിടി ഇവിടെ ഇട്ടൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മളുടെ കോളങ്ങും എന്ത് നമ്മൾ കത്തിക്കാനിടും. കോളുണ്ടല്ല. ഓക്കെ, 41. ഉമ്മേ ഉറങ്ങിക്കോ. അങ്ങനെ ഒന്ന് ഉറങ്ങടാ. പോട്ട നൈറ്റ് ചെയ്യാം. അങ്ങനെ ഓക്കെ അപ്പോൾ ഗൈസ് ഫൈനലി സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. 4 ആയിട്ടുള്ളൂ ഗൈസ്. ഞാൻ പേട്ടന് 18 ലെവലായി. എനിക്ക് വയ്യ, എന്ത് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ? ക്രാഫ്റ്റിംഗ് ടേബിൾ കറക്റ്റ് അല്ലേ ഗൈസ്? ഞാൻ എന്നാലേ പോയി കുറച്ച് മരം അങ്ങ് ഇട്ടിട്ടെ. വീട്ടിലുള്ളതുകൊണ്ട് മൈക്കും സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, വീട്ടിലുള്ള സൗണ്ടൊക്കെ കേൾക്കും. ഓക്കെ, അത് നിങ്ങൾ മൈൻഡൊക്കെ കണ്ടിരുന്നാൽ മാത്രം മതി, വേറെ ഒരു സീനുമില്ല. ഉണ്ടാക്കും. ഓക്കെ, അല്ല ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നേരെടുത്ത് നമ്മൾ അതാണ്ട് അടിപടം വെക്കുക. ഫുള്ള് നമ്മൾ നേരെ ഫസ്റ്റ് 2 പിക്കാസ് ഉണ്ടാക്കണം. ഒറ്റ മതി. ഓക്കെ, തൽക്കാലത്തേക്കൊന്ന് മതി. ഓക്കെ, പിന്നെ അയ്യോ പ്രശ്നമായ
ഓക്കെ 1 2 പാൻസ് ഞാൻ പാൻസിന് എന്തൊക്കെ ഉണ്ട് ഒരു ആക്സ് കൂടി ഉണ്ടാക്കണം. പാൻസ് 2 കൂടി വേണ്ടിയല്ലേ. അയ്യോ അയണെടുക്കടാ എടുക്കാനാണ് എനിക്കെന്താണ് മതി കേട്ടാ. പാൻസ് ഉണ്ടാക്കി. ഓക്കെ അതിനിപ്പോൾ എൻ്റെ ഇൻവെൻറ്ററിക്കകത്ത് നേരെ നമ്മളെ പാൻസ് അങ്ങ് ഉണ്ടാക്കിയിട്ട് പാൻസ് ഇപ്പം ഏതാ ചെയ്ല് കാണാം അല്ല പിന്നല്ലേ നമുക്കിനി പോട്ടെ. ലാസ്റ്റ് ഫുള്ളായതിൻ്റെ ആർമർ പിന്നെ നമുക്ക് ഒരു നമ്മളെ ഇറങ്ങിയാണ് ഒരു ഷീൽഡ് വേഗം നേരെ എന്താ ഇട്ടിട്ട് പോവുക ഇപ്പോൾ ഇവിടെ. നേരെ കൊല്ല എന്താ ഇത് പെൻസിന് പകരമായിട്ട് കണ്ടേ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്ത് കൊത്തിയെടുക്കും.
യെസ് ഗൈസ്, അപ്പോൾ സക്സസ്ഫുള്ളി ഞാൻ ഒരു പുതിയ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഗൈസ്, അപ്പോൾ ഞാൻ പുതിയൊരു കണ്ടുപിടിച്ചിരിക്കുകയാണ്. 14 എന്നാ പിടിച്ചോ. എടുത്തടാ പോട്ട. എന്താ നീ എടുക്കാത്തെ? അടുത്ത അയൻകോളം എനിക്ക് പിന്നാലവിടെ. അയ്യോ, ഡാ
പോയി നിൽക്കാൻ പാടില്ലത്തോ അതെങ്കിലും പിച്ച് പിച്ചെന്തായാലും എന്താ ചെഞ്ച് പിച്ച് കൊണ്ടുപോകത്തോടാ പിടിച്ച് കൊണ്ടുപോയി ഞാനാണെന്ന് മാത്രം. ഡിയർ ആൻകുളം എനിക്ക് ചാവാൻ ഭയങ്കര അമ്മേ. ഞാൻ ചത്ത് പക്ഷെ ഞാൻ ചാവൂല. അങ്ങനെ ഞാൻ ചത്ത് വീഴുന്ന പാടാ അങ്ങനെ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഓടിക്കാ എൻ്റെ പൊന്നേടാവേ. വേണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ പിന്നെ ഫുഡില്ല പിന്നെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.